ഹലോ ഹായ് ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നൂഡിൽസാണ് കേട്ടോ. വളരെ നല്ല രുചികരമായിട്ട് നല്ല ടേസ്റ്റോടുകൂടെ ഉണ്ടാക്കിയിട്ടുള്ള നൂഡിൽസിൻ്റെ റെസിപ്പി ഇവിടെ കാണിച്ചാൽ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നൂഡിൽസ് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം, അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി തിളച്ച് വരണം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നൂഡിൽസ് ഇതിലേക്ക് ഇട്ടെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3 10ൻ്റെ പാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇത് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ടെടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായി തിളച്ച്, ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് നേരം ഒന്ന് വേവിച്ചാലേ ഇതൊന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ നൂഡിൽസൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം വാർന്നെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചെടുക്കാം. ഇത് കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചെടുക്കാം. പിന്നെ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണമാക്കി ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പയർ വേണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ക്യാബേജും ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കഷ്ണം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നൂഡിൽസിൽ ഉപ്പ് കുറവാണെങ്കിൽ ഇതിൽ ലേശം ഉപ്പ് ചേർത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നൂഡിൽസ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 2 സ്പൂൺ ടൊമാറ്റോ സോസാണ്. അത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ള വീഡിയോ വേണമെങ്കിൽ ഞാനിവിടെ ഈ വീഡിയോക്ക് ലാസ്റ്റ് ഞാൻ ഇട്ടെടുക്കാം. അപ്പോൾ അത് കണ്ടു നോക്കാം കേട്ടോ. ടൊമാറ്റോ സോസ് വീട്ടിൽ തയ്യാറാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലാക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നൂഡിൽസ് വാങ്ങുമ്പോൾ ഒരു മസാല കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ 3 പാക്കിൽ ഓരോ മസാലപ്പൊടി ഉണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്നത് വരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.